നമസ്കാരം. ഇന്നത്തെ നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു സെക്ഷനാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 പാർട്ടോ അല്ലെങ്കിൽ 4 പാർട്ടോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കയറുന്നവർക്ക് നമ്മുടെ ക്ലാസ് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പാട് വരും. അപ്പൊ 2 പ്രാവശ്യമൊക്കെ കണ്ടിട്ട് കയറിയാൽ മതി ഓരോരോ പാർട്ട് എടുത്ത്. അപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വാമപ്പ് ചെയ്യുന്നു, നമ്മൾ അഫോർമേഷൻ പറയുന്നു, പിന്നെ ഡാൻസ് കളിക്കുന്നു, പിന്നെ ഒന്നുകൂടെ ഒരു അഫോർമേഷൻ പറഞ്ഞിട്ടാണ് പിന്നെ വാട്ടർ തെറാപ്പി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെക്ഷൻ തുടങ്ങുന്നത്. അതൊക്കെ ആ വീഡിയോയിൽ വരും. അതൊക്കെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അകത്ത് വരും. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യം നിങ്ങൾ വാമപ്പ് കഴിഞ്ഞു, ഇത്ര സംഭവം കഴിഞ്ഞ് വാമപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ കിടക്കുക. അപ്പൊ കിടക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കിടക്കണം. പാടുന്ന വെച്ച് വെള്ളം കുടിക്കാം. കിടന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈക്കിളാണ്. കാല് നേരെ ഇങ്ങനെ മുക്കിയിട്ട് പതുക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കാം. 1 2 3 4 5 6 7. കാല് തിരിച്ചും കൂടെ ഒന്ന് കറക്കി നിങ്ങൾ പഠിക്കണം. ഇതിപ്പോ കൗണ്ട് ചെയ്യണ്ട, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ബോഡി കറക്റ്റ് ആവുന്ന. അപ്പൊ നമ്മുടെ സൈക്കിൾ നേരെ തല താഴ്ത്തിച്ച് കിടന്നു ചെയ്തു. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ജസ്റ്റ് നിങ്ങളോട് ഊന്നി പഠിക്കാം. എന്നിട്ട് സിസർ ചെയ്യുമ്പോഴാണ്, സിസർ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. പിന്നീട് നമ്മൾ കാല് താത്തി നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ കാല് സ്റ്റൊമക്കൊക്കെ കറക്റ്റ് ആവുന്നത്. അതും നമ്മൾ കൗണ്ട് ചെയ്താൽ ആദ്യം എന്ന് പറയുമ്പോൾ തല വെക്കാൻ പറ്റാത്തവര് നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോഡിക്ക് പവർ കഴിക്കുമ്പോൾ കൈ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഈ സിസർ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളിവിടെ കൈ രക്ഷിച്ച് വെക്കുക. തല പൊക്കി പിടിച്ചിട്ട് കാൽപാദം രണ്ടും കൂടെ ചേർത്തിട്ട് പതുക്കെ ഇങ്ങനെ പൊക്കവും താത്തും ചെയ്യും. ഇതൊക്കെ നല്ല എഫക്റ്റാണ്, പാടാണ്. എന്നിട്ട് റെസ്റ്റ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഓരോ കാലിങ്ങനെ പതുക്കെ അയച്ചു കൊടുക്കുക. അപ്പോഴും തല പൊക്കി പിടിക്കണം, അതൊന്ന് കറക്റ്റ് ചെയ്യണം. പിന്നീട് ഇതിൻ്റെ കൗണ്ടുകൾ കൂട്ടിത്തരും. അപ്പോൾ ഇത് ചെയ്തു. ഇനി നമ്മുടെ കാല് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ചവിട്ടി പിടിക്കണം. എല്ലാവരും ഇങ്ങനെ കാല് അടുപ്പിച്ച് പിടിക്കും. നമ്മൾ കാലകത്തിയിട്ട് കാലിലുണ്ട് ഇങ്ങനെ ചെയ്ത് പിടിക്കുക. അപ്പോൾ നേരെ ഇങ്ങനെ പൊക്കുക. 1 2 3 4 5. എന്നിട്ട് ആദ്യം ചെയ്യുന്നവരെ അത് കഴിയുമ്പോൾ കാല് താത്തി ഒന്ന് റിലാക്സ് ചെയ്യണം. നമ്മൾ 1-2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ കിടന്നു ഇത് ചെയ്ത ഉടനെ തന്നെ കാല് ജസ്റ്റ് അകത്തി കൊടുക്കുക. 1 2 3 4 5 6. നേരെ ഒന്ന് ചവിട്ടുന്ന പോലെ ചെയ്യുക. 1 2 3 4 5 6 റിലാക്സ്. നമ്മൾ റിലാക്സ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഓരോ കാല് നിങ്ങൾ പൊക്കണം. അപ്പോൾ അത് എത്ര പൊക്കുന്നു എന്നല്ല, നമ്മൾ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് പൊക്കുക എന്നുള്ളതാണ്. ഒരിക്കലും മുട്ട് മടങ്ങരുത്, കാല് താത്തി തന്നെ ചെയ്യാൻ ശീലിക്കുക. അത് ചെയ്യുന്നു. ഇനി നമ്മൾ 2 കാല് നമ്മൾ ഒന്നിച്ചിങ്ങനെ പൊക്കുകയാണ്. അപ്പോൾ ഒന്നിച്ച് പൊക്കാൻ പറ്റാത്തവര് കുറച്ച് പൊക്കുക, മുട്ട് മടക്കാതെ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ മുട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ ഹിപ്പിടെ കൈ ഇങ്ങനെ ഒന്ന് കയറ്റി വെക്കുക. ഇത് നേരെ ഇങ്ങനെ വെക്കുക. 1 2 3 4 5 6 ഇങ്ങനെ ചെയ്യാം. അത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൈ മാറ്റിയിട്ട് ചെയ്താൽ മതിയാകും. അപ്പം മുട്ട് മടങ്ങാൻ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്തിട്ട് നമ്മൾ കാലൊന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രിഡ്ജ് പോസ് ആണ് ചെയ്യേണ്ടത്. നമ്മുടെ ഹിപ്പ് ഒന്ന് പൊക്കി കൊടുക്കുക. ഡൗൺ, വീണ്ടും 2 ഡൗൺ 3 ഡൗൺ 4 ഡൗൺ. പിന്നെ സൈഡ് ചെയ്ത് കൊടുക്കണം. ഈ സൈഡ് ചെയ്യുമ്പോൾ ബോഡി ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ 1 2 3 4 5. കാലിൽ നീട്ടി വെക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ കാലിൽ ഇങ്ങനെ തൊടാൻ പഠിക്കുക. 1 2 3 4. കാലൊന്ന് അയച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ കൈ 2 തലയുടെ മേലോട്ട് വെച്ചിട്ട് 1 2 ചെരിഞ്ഞ് ചെയ്യണം. 3 4 5 6. വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്യുക. ഇപ്പം എല്ലാം ഒന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല, പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യാൽ മതി. ആദ്യം കാല് പോകുന്നു, പിന്നെ കൈ അയക്കുന്നു. അപ്പോൾ ഇതൊന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ കൈ നേരെ നമ്മൾ കൂപ്പി പിടിക്കും. എന്നിട്ട് 1 2 3 4 5 6 ഇത്രയും ചെയ്യുക. ഇനി കാലൊന്ന് അയച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ കാലിൻ്റെ രണ്ടിനെ നിങ്ങൾക്കൊന്ന് പൊക്കി പിടിക്കാൻ പറ്റുന്നവർ പൊക്കി പിടിക്കുക. ആദ്യം നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കാലൊന്ന് നേരെ നിർത്താനായിട്ട് പഠിക്കുക. ഇവിടെ ഒന്ന് സപ്പോർട്ട് കൊടുത്താൽ മതി. പിന്നീട് ബോഡി ഇങ്ങനെ പതുക്കെ ഇതിൽ പൊക്കി തൊടാവോ എന്ന് ശ്രമിക്കുക. വീണ്ടും കാല് നമ്മൾ വെച്ചു, ഒന്ന് റിലാക്സ് കൊടുക്കുക. ഇനി നമുക്ക് കൈ നേരെ പുറകെ വെച്ചിട്ട് ചെസ്റ്റാണ്. 1 2 തലയും കഴുത്തൊക്കെ ഒന്ന് ചെയ്യാവുന്നതാണ്. 4 5 6. സ്റ്റൊമക്ക് കഴുത്തൊന്ന് അയച്ചു, റിലാക്സ് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റൊമക്ക് 1 2 3 4 5. നെക്സ്റ്റ് നമ്മുടെ തലയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് എത്തോരം പൊക്കാൻ പറ്റുമോ നോക്കാം. 1 2
3 4 5. ഒന്ന് റിലാക്സ് ചെയ്യുക. അടുത്തത് നമുക്ക് കൈക്ക് നല്ല പവർ ഇങ്ങനെ വെച്ചിട്ട് ബോഡി ഇത്ര ഒന്ന് ഉയർത്തുക. 1 2 3 4. റിലാക്സ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ കൈ രണ്ടിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മുട്ടേ തൊട്ട് എന്തോരം പൊങ്ങാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ ഇവിടേക്ക് ഇത്രയും ചെയ്താൽ മതിയാവും. പിന്നീട് നമ്മുടെ ബോഡിക്ക് ഇവിടെ ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി തൊടാൻ പറ്റും. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ തലയൊന്ന് പൊക്കി വെച്ചിട്ട് 1 2 ഇങ്ങനെ കൈ ബോർഡിലും ഒന്ന് താത്തി ചെയ്യും. അത് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ റിലാക്സ് എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ കുറേ കിട്ടിയിട്ട് നമ്മുടെ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുക. എന്നിട്ട് കാല് നീട്ടി വെക്കുക. ഒന്ന് റിലാക്സ് ചെയ്യുക. എന്നിട്ട് കാല് നീട്ടി റിലാക്സ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കൈ നേരെ പുറകെ പിടിച്ചിട്ട് ബോട്ട് ഇങ്ങനെ വയ്ക്കുക. 1 2 3 4 5 6 7 8 9 10 റിലാക്സ്. പിന്നെ ഒരു കാല് ഹോൾഡ് ചെയ്യാൻ പഠിക്കുക. ഇപ്പം നമ്മൾ വയറ് ഇപ്പോൾ കൂടുതലാണ്, ഇത്ര വരില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ പാലിൻ്റെ കയറി പിടിച്ച് നിന്നാൽ മതിയാവും. ഇങ്ങനെ ഒന്ന് കെട്ടി പിടിക്കാൻ ശ്രമിക്കുക. പിന്നീട് നമ്മുടെ ഫേസ് ഇവിടെ എത്തിക്കാൻ പറ്റും. വിട്ടു. വീണ്ടും ശ്വാസം എടുക്കുകയും വിട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് 2 കാര്യം പിടിച്ചിട്ട് നമ്മൾ നട്ടല് നമുക്കൊന്ന് ആട്ടി കൊടുക്കണം. ഒരു മസാജിന് വേണ്ടിയിട്ടാണ്. റിലാക്സ് ചെയ്യുക. അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് കൈ കൂട്ടി ഏറ്റു വരും. 1. ഇത് നിങ്ങൾ കട്ടിലിൽ ഒക്കെ ചെയ്ത് പിടിച്ചിട്ട് ചെയ്താൽ മതി. 2. ആദ്യം ഏൽക്കാൻ പറ്റുന്നത് നിങ്ങൾ വിഷമിക്കണ്ട. 3. ഇങ്ങനെ ചെയ്ത് പറ്റും. എന്നിട്ട് കൈ പുറകിലൊന്ന് കുത്തി കാലിനൊന്ന് റിലാക്സ് കൊടുക്കുക. നമ്മുടെ കാലിനോട് ഇച്ചിരി ഒന്ന് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. 1 2 3 4 5 6. അത് കഴിഞ്ഞിട്ട് കാല് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പഠിക്കുക. പിന്നീട് നമ്മൾ വലതുകാല് കെട്ടി വെച്ചിട്ട് കാല് പൊക്കി പഠിക്കണം. ഇതൊക്കെ പല പല കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കാല് പൊക്കാൻ പറ്റാത്തവർ കാല് ഇവിടെ വെച്ച് കെട്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ പ്രശ്നത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും അപ്പുറത്തെ കാല് കെട്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തു. കൈ